അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ. പിന്നെ തുടങ്ങുന്നത് അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു, ഹംദു എന്ന് പറഞ്ഞാൽ സ്തുതി എന്നാണ്. അല്ല് ചേർത്ത് പറയുമ്പോൾ, പ്രത്യേകമാക്കി പറയുമ്പോഴാണ് അങ്ങനെ അല്ല് ചേർത്ത് വരാം. അപ്പോൾ അൽ ഹംദു, സർവ സ്തുതിയും, സ്തുതികൾ മുഴുവനും, ലില്ലാഹി, അള്ളാഹുവിനാകുന്നു. ലി, അതിനോട് അള്ളാഹു കൂട്ടിച്ചേർത്ത് പറഞ്ഞാണ് ലില്ലാഹി. റബ്ബിൽ ആലമീൻ, റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. അൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ആലമുൻ, അതിൻ്റെ ബഹുവചനായിട്ടാണ് ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ. അപ്പോൾ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലെങ്കിൽ ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇത് അള്ളാഹിനെ പുകഴ്ത്തുകയാണ്. സനാ അലല്ലാ, അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. ബി സിഫാത്തിഹില്ലത്തി കുല്ലിഹ, എന്തൊക്കെ അള്ളാഹുവിന് വിശേഷണങ്ങളുണ്ടോ അതൊക്കെ വെച്ചിട്ട് അള്ളാഹിനെ പുകഴ്ത്തുകയാണ്. അൽഹംദു, അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഔസാഫു കമാലിൻ, അള്ളാഹിൻ്റെ പൂർണ്ണതയുടെ വിശേഷണങ്ങളാണ് ഇതൊക്കെ. ഒബി നിആമിഹി ലാഹിറ, അള്ളാഹുവിൻ്റെ നിഅമത്ത്, അതിന് അള്ളാഹുവിന് നന്ദി പറയൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട്. വൽ ബാത്തിന, അത് പിന്നെ പ്രകടമായതും അതുപോലെ അല്ലാത്തതുമായ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ, അദ്ദീനിയ വദ്ദുനിയവിയ, മതപരമായും ഭൗതികമായും എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ. വഫിലിംനിഹി അംറുല്ലി ഇബാദിഹി അൻ യഹ്മദൂഹു, എന്ത് അള്ളാഹുവിനെ എപ്പോഴും സ്തുതിച്ചു കൊണ്ടിരിക്കാൻ അള്ളാഹിൻ്റെ ദാസന്മാരോടുള്ള ഒരു കൽപ്പന കൂടി അതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം വഹുവൽ മുസ്തഹഖു ലഹു വഹ്ദഹു, അള്ളാഹ് മാത്രമാണ് ഹംദിന്, സ്തുതിക്ക് അർഹനായവൻ. വഹുവ സുബ്ഹാനഹു അൽ മുൻശിഉ ലിൽ ഖൽഖി അൽ ഖായിം ബി ഉമൂരിഹിം അൽ മുറബ്ബി ലി ജമീഇ ഖൽഖിഹി ബി നിഅമിഹി വലി ഔലിയാഇഹി ബിൽ ഈമാനി വൽ അമലി സ്വാലിഹ്. അവനത്ര പരിശുദ്ധൻ, അവനാണ് സൃഷ്ടികൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കിയവൻ, അവരുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നവൻ, എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവ്, അവക്കൊക്കെ അനുഗ്രഹം ചെയ്യുന്നവൻ, അതുപോലെ വിശ്വാസം, അമലുസ്വാലിഹ്, ഇതിനൊക്കെ കഴിവും പ്രാപ്തിയും നൽകുന്നവൻ അള്ളാഹുവാണ്. ആ നിലക്ക് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. റബ്ബ് എന്ന് പറയുമ്പോൾ അൽ മുറബ്ബി, ജമീയ, എല്ലാറ്റിനെയും സംരക്ഷിക്കുന്നവൻ, ജമീ അൽ ആലമീൻ, ലോകരെ മുഴുവനും സംരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് റബ്ബ്. അൽ മുറബ്ബി, അവനാണ് സംരക്ഷിക്കുന്നവൻ. അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളെയും സംരക്ഷിക്കുന്നവൻ അവനാണ് അള്ളാഹു. ബി ഖൽഖിഹി ഇയ്യാഹും വഇദാദിഹി ലഹുൽ ആലാത്ത് വഇൻആമിഹി അലൈഹിം, ഈ സൃഷ്ടിക്കുക മാത്രമല്ല, അവർക്ക് വേണ്ട എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ ഒരുക്കിയവൻ, അവർക്ക് വേണ്ട എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അനുഗ്രഹിച്ചവൻ. അവൻ അതില്ലായിരുന്നുവെങ്കിൽ അവർക്ക് അതൊക്കെ നഷ്ടപ്പെടുകയും ശരിയായ രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യും എന്ന് പറയുന്നു. ഈ തർബിയത്ത് നേരത്തെ റഹ്മത്ത് പറഞ്ഞതുപോലെ തന്നെ രണ്ട് വിധത്തിലുണ്ട്. എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പ്, ഉപജീവനം, വഴി കാണിക്കൽ, ഓരോന്നിൻ്റെയും നന്മക്ക് വേണ്ടിയും അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയുള്ള വഴി കാണിക്കൽ, ഇതൊക്കെ ഇഹലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് പിന്നെ തർബിയത്ത്, വളർത്തൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ റബ്ബ് ആ നിലക്കാണ്. പിന്നെ മറ്റൊന്ന്, തനിക്ക് വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായി അവരെ ഈമാനോടുകൂടി വളർത്തി എല്ലാ നന്മകൾക്കുമുള്ള തൗഫീക്ക് നൽകിയത് അല്ലാഹുവാണ്. ആ അർത്ഥത്തിൽ ഇങ്ങനെ രണ്ട് വിധത്തിൽ തർബിയത്ത് ഉപയോഗിക്കും. റബ്ബാ യുറബ്ബി, ഇതിൽ നിന്നാണ് തർബിയത്ത് എന്ന പദം, റബ്ബ് എന്നതൊക്കെ ഉണ്ടായിത്തീരുന്നത്. അത് പടിപടിയായി പൂർണ്ണതയിലെത്തുന്നത് വരെ ശ്രദ്ധയോടെ വളർത്തിയെടുക്കുക എന്നാണ് അതിൻ്റെ ആശയം. റബ്ബുൽ ആലമീൻ, ഈ റബ്ബ് എന്നുള്ളത്
നേരത്തെ അള്ളാഹു എന്ന് പറഞ്ഞതുപോലെ തന്നെ അള്ളാഹ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ് റബ്ബ്. പക്ഷേ ഉപാധികളോടെ മറ്റുള്ളവയ്ക്ക് അത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ റബ്ബുദ്ദാർ വീട്ടുടമ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. റബ്ബുല്ലൈ എന്തെങ്കിലും നഷ്ടപ്പെട്ട ആളുടെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അത് അതിൻ്റെ ഉടമ എന്ന അർത്ഥത്തിലാണ്. ഇപ്പോൾ റബ്ബു സൊഫി എന്ന് പറയുന്നത് ക്ലാസ് ടീച്ചർക്ക് പറയാറുണ്ട്. അല്ലാതെ ഇവിടെ ഉദ്ദേശിച്ച റബ്ബ് റബ്ബുൽ ആലമീൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റബ്ബ് അത് അള്ളാഹുവിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ആലമുൻ അതിൻ്റെ ബഹുവചനമായിട്ടാണ് ആലമൂന എന്നുപയോഗിക്കുന്നത്. അതെന്താണ്? കുല്ലു മൗജൂദിൻ സിവല്ല, അള്ളാഹു അല്ലാതെ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ആ സൃഷ്ടികൾക്കൊക്കെ കൂടിയിട്ടാണ് ആലമൂൻ എന്ന പദം ഉപയോഗിച്ചത്. ഇപ്പോൾ ഇഫ്തത്തി സൂറ അൽ ഫാത്തിഹ ബിഹംദില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന അതുകൊണ്ട് ഫാത്തിഹ തുടങ്ങിയത് ലി അന്നല്ലാഹ അവ്വലു കുല്ലി ഷൈ, എല്ലാറ്റിൻ്റെയും ആരംഭം അള്ളാഹുവാണ്, അള്ളാഹുവാണ് ആദ്യമേ ഉള്ളവൻ. ആഖിറു കുല്ലി ഷൈ, അതുപോലെ എല്ലാറ്റിൻ്റെയും അവസാനവും അവൻ തന്നെയാണ്. അതുപോലെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്തൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങണം. നബുദൗ കുത്തുബന നമ്മളെന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതുക. അപ്പോൾ കുത്തുബന പ്രസംഗിക്കുകയാണെങ്കിൽ ബിൽഹംദി വസന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് ആരംഭിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അശുക്രു ഖാലിസൻ ലില്ലാ ദൂനമായ യോബദുമിന്ദുനിഹി, ശുക്ർ ഈ നന്ദി ചെയ്യുക എന്നുള്ളത് ഹംദ് സർവസ്തുതിയും അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. മറ്റ് ആരാധിക്കപ്പെടുന്ന ഒന്നിനും അത് നൽകപ്പെടുകയില്ല. ഈ റബ്ബുൽ ആലമീൻ എന്ന് ചിലർക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാമയോട് താങ്കളുടെ റബ്ബ് ആരാണ് എന്ന് ഫിർഔൻ ചോദിക്കുന്നുണ്ട്. കാല ഫമൻ റബ്ബുക്കുമായ മൂസ, മൂസ നിൻ്റെയും ഹാറൂൻ്റെയും റബ്ബ് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് റബ്ബു സമാവാതി വല്ലർലി വമാ ബൈനഹുമാ, ആകാശങ്ങളുടെ ഭൂമിയുടെ അവ രണ്ടിനും ഇടയിലുള്ളവയുടെ രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ റബ്ബിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ മറ്റൊരു സ്ഥലത്ത് ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് റബ്ബു സമാവാതി വല്ലർലി വമാ ബൈനഹുമാ എന്ന് പറഞ്ഞത്. മറ്റോടത്ത് ഖാല ഫമൻ റബ്ബുക്കുമായ മൂസ, നിൻ്റെ നാഥൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഖാല അദ്ദേഹം പറഞ്ഞ റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ നാഥൻ അല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു, ഓരോ വസ്തുവിനും അതിൻ്റെ കൃത്യമായ സൃഷ്ടിപ്പ് നൽകുകയും സുമ്മ ഹദാ അവക്ക് വേണ്ട വഴി കാണിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തവൻ അവനാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പരിചയപ്പെടുത്തി. വീണ്ടും ഈ റബ്ബിനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ ഫിറൗൻ ഇങ്ങനെ മറ്റവരോട് ചോദിക്കുന്നുണ്ട്, ഞാനാളങ്ങളുടെ റബ്ബ്, ആ നിലക്ക് നിങ്ങളൊക്കെ കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മൂസാ അലൈഹിസ്സലാം, റബ്ബുക്കും റബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ പൂർവ്വപിതാക്കളുടെയും നാഥൻ. അത് കഴിഞ്ഞിട്ട് പിന്നെയും പരിചയപ്പെടുത്തിക്കൊണ്ടത് റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമന സ്ഥാനത്തിൻ്റെയും ഒമാ ബൈനഹുമ, അവ രണ്ടിൻ്റെയും ഇടയിലുള്ളവയുടെ നാഥൻ, ഇൻ കുന്തും താഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ എന്ന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് കാണാം. അപ്പോൾ റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, പരിപാലകൻ, വളർത്തുന്നവൻ, യജമാനൻ, ഉടമസ്ഥൻ, കൈകാര്യം ചെയ്യുന്നവൻ എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം. ആലമുൻ അതിൻ്റെ ബഹുവചനാണ്, ആലമൂന എന്ന് പറഞ്ഞല്ലോ, ലോകം അല്ലെങ്കിൽ ലോകങ്ങൾ. അപ്പോൾ ലോകങ്ങളുടെ രക്ഷിതാവ് റബ്ബുൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങുക. അവൻ റബ്ബുൽ ആലമീനാണ് എന്ന ബോധം എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അള്ളാഹുവിന് നന്ദി ചെയ്യുമ്പോൾ അതിന് അള്ളാഹു പ്രത്യേകം പ്രതിഫലം നൽകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.